ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറെ നാളുകൾക്ക് ശേഷം പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു വരവ്. വെറൊരു ഞെട്ടലല്ല, ശ്വാസം തന്നെ നിലച്ചു പോകുന്നൊരു ഞെട്ടൽ. ഹലോ, ജയാറാണ്. മനസ്സിലായില്ലേ? എടി നിന്റെ ഏട്ടനാടി. ഹലോ, നീ എന്തൊന്നും മിണ്ടാത്തെ? അല്ല അത് ഏട്ടാ, ഞാനിപ്പോ വിളിച്ചതിൽ നിനക്ക് അത്ഭുതം ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. എന്താ മനുവിന്റെ പേരിലുള്ള ഇഷ്യൂ? സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. മനുവിന്റെ ഒഫീഷ്യൽ കാര്യങ്ങള് ഞാൻ ചോദിക്കാറുമില്ല, പറയാറുമില്ല. നിന്നോട് പറയാറില്ലെന്നാണോ അതോ എന്നോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെന്നാണോ? മോളെ, ഏട്ടന് നിന്നെ ഒന്ന് കാണണം. എന്തിന്? കൊല്ലാനൊന്നും അല്ല മോളെ. ഞാൻ അറിഞ്ഞിടത്തോളം മനുവിന്റെ പ്രശ്നം ഇത്തിരി സീരിയസാ. നടപടി ഉണ്ടാവുക, സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാലേ അതെ, ജീവിതകാലം മുഴുവനുള്ളൊരു നാണക്കേടാ. അതിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിന്നെ കാണണമെന്ന് പറഞ്ഞു. മോളെ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ എനിക്കതിന് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാ ഞാൻ അവനെ കാണണമെന്ന് പറഞ്ഞത്. മോളെ, ഞാനിപ്പോ ഫ്രീയാ. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. ഞാൻ അവിടെ കയറി വരുന്നത് നിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ മനുവിനോടൊന്ന് ചോദിച്ചിട്ട്. മോളെ, മനുവിനോട് എന്നെ കാണാൻ പോട്ടെ എന്ന് ചോദിച്ചാലുണ്ടല്ലോ, അവൻ വേണ്ടാന്നേ പറയും. പക്ഷെ അതുകൊണ്ട് പ്രശ്നം സോൾവ് ആവോ? നീ ഒരു കാര്യം ചെയ്യ്, നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. കാണാൻ തയ്യാറാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കേ. കേട്ടോ മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ. നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കേ. ശരി. ഇനിയെങ്കിലും ഒന്ന് പിരിഞ്ഞു പൊയ്ക്കൂടെ? എന്താ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ? എടാ, കള്ളമാണ് നീ പറയുന്നത്. ഇതാരാ നിന്നെ പഠിപ്പിച്ചത്? ജീവനോ അതോ രഘുവേട്ടനോ? இல்லம்மா, நான் சொல்லியதெல்லாம் உண்மை. நீங்க ரகு சார் வரும்போது கேட்டுடுங்க. எனக்கு ஒன்றும் தெரியாதம்மா, எனக்கு ஒன்றும் தெரியாது. ശരവണ, അമ്മേ, അച്ഛനെ വിളിച്ചില്ലേ? ഇല്ല. ഒന്നും വിളിച്ചു നോക്കാറുന്നില്ലേ? പോയത് രഘുവേട്ടനല്ലേ, വിളിക്കട്ടെ. അമ്മേ, അച്ഛൻ വൈകുന്നതുകൊണ്ട് അമ്മ വെറുതെ ഓരോന്ന്. ശരവണൻ നമ്മളോട് പറഞ്ഞതൊക്കെ സത്യമാണോ മോളെ? നീ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ? അങ്ങനെ ചോദിച്ചാ ഇല്ല. അവൻ പറഞ്ഞതും മുഴുവനും കള്ളോ?
അവനെ ആരോ പഠിപ്പിച്ചു വിട്ട കള്ളം. എന്റെ മുൻപിൽ പോലും അവൻ കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് രഘുവേട്ടൻ അവനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും അല്ലേ? അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? ശരവണ്ണൻ എന്തിനാ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നേ? ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരമില്ലല്ലോ അമ്മേ. രഘുവേട്ടൻ ജീവന്റെ കൂടെ കയറിപ്പോയതിന് നമുക്ക് ഉത്തരവില്ല. കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നത് എനിക്കിപ്പോ ശീലമായിട്ടുണ്ട്. ആദ്യം ജീവൻ, അത് കഴിഞ്ഞ് തള്ളി പറയാൻ ജ്യോതി. ഇനി രഘുവേട്ടൻ കൂടി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അമ്മേ, ഒരു ദിവസം പെട്ടെന്ന് ഉത്തര എന്നൊരു പെൺകുട്ടി എന്റെയും ഹരിയുടെയും ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹരി ചെറിയ ചെറിയ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്നെ വല്ലാതെ ടെൻഷനാക്കി. അപ്പോ ഞാൻ വന്നതും നിന്നതും കരഞ്ഞതും എല്ലാം അമ്മയുടെ മുന്നില. അമ്മ എന്നെ ആശ്വസിപ്പിച്ച വാക്കുകള് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ എന്റെ പ്രശ്നം തന്നെയാ അമ്മയ്ക്ക്. അച്ഛൻ ചെയ്ത ഒരു കാര്യം അമ്മയ്ക്ക് പിടുത്തം കിട്ടുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഷെയർ ചെയ്യുന്ന രണ്ടുപേർക്കിടയില് അങ്ങനൊരു രഹസ്യം വരാൻ പാടില്ലാത്തതാ. അച്ഛൻ വരുമ്പോ മനസ്സിൽ തോന്നിയ വിഷമം അമ്മ ഇങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. അച്ഛൻ അതിന് പരിഹാരം കണ്ടോളും. ഇല്ല മോളെ, മനസ്സിൽ ചില തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും അങ്ങ് പോവില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പേടിച്ച പല കാര്യങ്ങളും പിന്നീട് സത്യമായി എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാ കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വരുമ്പോ അമ്മയ്ക്ക് വേദനിക്കേണ്ടി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം എനിക്കറിയാം. നമ്മളെ കാണാതായ 8 വർഷം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞ മനുഷ്യന്. ശരി, അച്ഛൻ വരട്ടെ. ഞാൻ ചോദിക്കാൻ മറന്നാലും നീ ചോദിക്കണം കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു വരവ്. വെറും ഒരു ഞെട്ടലല്ല, ശ്വാസം തന്നെ നിലച്ചു പോകുന്നൊരു ഞെട്ടൽ. അതാണ് അച്ഛൻ ഉണ്ടാക്കിയത്. മധുര നൊമ്പരക്കാറ്റ്